ധുരന്ദർ, രൺബീർ സിംഗ്, മാധവൻ, സഞ്ജയ് ദത്ത്, അർജുൻ റംപാൽ, കുറച്ച് വലിയ സ്റ്റാർ കാസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു പടമാണ് ധുരന്ദർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ രൺവീർ സിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഒരു തരത്തിലും ഡൈജസ്റ്റ് ആക്കാൻ പറ്റാത്ത ഒരു ആക്ടറാണ്. എനിക്കൊരു തീരെ താല്പര്യമില്ലാത്ത ആക്ടറാണ്. ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് അധികം ഫീൽ ചെയ്യാറ്. അപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഏകദേശം ഒരു ദി ആനിമൽ പോലത്തെ ഒരു ആക്ഷനും സംഭവങ്ങളൊക്കെ ഫീൽ ആയതുകൊണ്ട് ഒന്ന് പിന്നെ മറ്റുള്ള സ്റ്റാർ കാസ്റ്റൊക്കെ വെച്ചിട്ട് കാണാൻ പോകാന്നുള്ളതിലാണ് കണ്ടത്. അപ്പം പടം തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ പടമാണ്. 3.5 മണിക്കൂർ എൻ്റെ പടമുണ്ട്. എന്നിട്ടും പടം തീരുന്നില്ല. അത് വേറെ കാര്യം. ഇതിനകത്ത് മേക്ക് ഓവറൊക്കെ അടിപൊളിയാണ്. നമ്മളെ മാധവനൊന്നും ഭയങ്കര മേക്ക് ഓവറാണ്. പിന്നെ വേണ്ടാത്ത ഡയലോഗ്സൊക്കെ ഇതിനകത്ത് 1-2 കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവന്നാണ്. പിന്നെ ഒരു തരത്തിലും ഒരു ബോറടി ഫീൽ ആയിട്ടില്ല. പിന്നെ രൺവീർ സിംഗ് ഡയലോഗ് കുറവായത് കൊണ്ടായിരിക്കാം ഈ പടം എനിക്ക് നന്നായിട്ട് തോന്നിയത്. കാരണം മച്ചാൻ മിക്ക ടൈമിലും സൈലൻ്റാണ്, ആവശ്യമുള്ളിടത്ത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ മെയിൻ ക്യാരക്ടർ അക്ഷയ് ഖന്ന, ഒരു രക്ഷയില്ല, കിടിലൻ. അവൻ പണ്ടേ അടിപൊളി ആക്ടറായിരുന്നു, നല്ലൊരു ആക്ടറാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആൾക്ക് ഇത് അവസരങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് പോയതാണ്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതിന്. സഞ്ജയ് ദത്തൊക്കെ കിടിലനാണ്. ധുരന്ദർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ത്രൂ ഔട്ട് ദി പടം ഒരു ബോറടി ഒന്നും ഫീലായിട്ടില്ല. കുറച്ചൊക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് ചെറുതാക്കാമായിരുന്നു. ബോറടി ഒന്നും ഫീൽ ആവാണ്ട് ഈ പടം കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടും വരും. അപ്പം അതും ഇതേപോലെ തന്നെ ഒരു 4 മണിക്കൂറൊക്കെ പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. ബട്ട് ദെൻ അഗെയിൻ നല്ല പടമാണ്. പിന്നെ തീരെ വർക്കൗട്ട് ആവാത്ത കെമിസ്ട്രി ഈ പറയുന്ന ആക്ടറും ആക്ട്രസുമാണ്. അത് ഒരു തരത്തിലും വർക്കൗട്ട് ആയിട്ടില്ല. ബാക്കി എല്ലാം കൊണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ധുരന്ദർ.